18 വർഷം മുമ്പ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം കൊച്ചിയിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അത്തരം 14 കേന്ദ്രങ്ങൾ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്നു. ഇതിനകം 5 ലക്ഷത്തിലേറെ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നടത്താൻ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ച റെക്കോർഡ് മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനില്ല. സംഘടിതമായ എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് ചികിത്സാ രംഗത്തിലെ സമവാക്യങ്ങൾ മാറ്റി എഴുതുന്നതിന് ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. ഇപ്പം നമ്മൾ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൊച്ചിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. വാടകയ്ക്ക് മെഷീൻ എടുത്തിട്ട് ആ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 100-200 മെഷീനായി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ 10-20 പദ്ധതികൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തണയാണ്. ഗവൺമെൻറ് നടത്തേണ്ട ഡയാലിസിസ് സെൻ്ററുകൾ 7 ജില്ലയിൽ ഞങ്ങളാണ് നടത്തുന്നത്. അതിന് ശമ്പളം കൊടുക്കാൻ, ചില സ്ഥലത്ത് ശമ്പളം കൊടുക്കണം, ചില സ്ഥലത്ത് ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെ വേറെ ഒരുപാട് ബാധ്യതകളുണ്ട്. ഡയാലിസിസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വം ഇങ്ങോട്ട് വന്ന് നമുക്കൊന്നിച്ച് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാമെന്ന് പറയുന്നതാണ്. അതുപോലെ കാടാമ്പുഴ ദേവസ്വം 12 തവണയാണ് ഇവിടെ വന്നത് നമ്മുടെ അഡ്വൈസ് മേടിക്കാനും. ഞാൻ ആ പ്രൊജക്റ്റിൻ്റെ ചീഫ് അഡ്വൈസറായിട്ട് അവർ നിയമിച്ചു. ഒത്തിരി സമയം അതിനെക്കുറിച്ച് പഠിച്ചു. 6 കോടി രൂപയുടെ കെട്ടിടം പണിതു വരും. എന്നിട്ട് അതിഗംഭീരമായ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി. ഐ എം വെരി ഹാപ്പി ദാറ്റ് ദി സത്യസായി ഗ്രാം is thinking about value system. Value system very important, particularly for our country now, because the nation in need of value. I am very happy that value system, the light of value system, is going to from Satya Sai Gram, and I would like to congratulate the organizers of this value system seminar, and I greet all of you. ശ്രീ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ തുടക്കമൊക്കെ വളരെ ചെറിയ തോതിലായിരുന്നു. പക്ഷെ ഇന്ന് ഇത് അനേകായിരം പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ഈ ഗ്രാമം മാറ്റിയെങ്കിൽ അതിന്റെ പിന്നിൽ സത്യസായി ബാബാ ഭഗവാന്റെ ആ അനുഗ്രഹവും ശ്രീ ആനന്ദകുമാറിന്റെ ആ ആത്മാർത്ഥമായ നേതൃത്വമാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കും. I am happy that Sai Gram, which has been inspired by such devotion towards human welfare, has served its way up to become the 4th largest voluntary organization in India in the last 26 years.